നമസ്കാരം. കറിവേപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മധുരവും എരിവും ചേർന്നുള്ളൊരു പച്ചമാങ്ങ അച്ചാർ ഉണ്ടാക്കാം. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഇഷ്ടപ്പെട്ടാൽ പിന്നീട് ഉണ്ടാക്കാം. ഇന്നത്തെ റെസിപ്പിയേക്കാളും കൂടുതൽ സമയം ഞാൻ ടിപ്സിന് വേണ്ടിയാണ് ചിലവഴിച്ചിരിക്കുന്നത്. കുറച്ച് പുതിയ ഐറ്റംസ്, ചെറിയ ഐറ്റംസ് പർച്ചേസ് ചെയ്തതും, പിന്നെ മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള സിപ്ലോക്ക് കവർ, അത് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നൊക്കെ ടിപ്സിൽ പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായി കാണുക. അപ്പം നമുക്ക് മാങ്ങ അച്ചാറിലേക്ക് കിടക്കാം. ഞാനിവിടെ ഒരു 700 ഗ്രാമോളം വലിപ്പമുള്ളൊരു മാങ്ങ, ഒരു വലിയ മാങ്ങ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊരു 2 കപ്പുണ്ട്. ഇത്രയും വലിപ്പത്തിൽ വേണം അരിയേണ്ടത്. കടുമാങ്ങയെക്കാട്ടിലും കുറച്ചും കൂടെ വലുതായിരിക്കണം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ സ്റ്റൗ കത്തിച്ച് ഒരു പാൻ അടുപ്പിൽ വയ്ക്കുക. അതിലേക്ക് ഒരു ചെറുതായി ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക. നല്ലെണ്ണയ്ക്ക് പകരം വെളിച്ചെണ്ണ ആയാലും മതി. ഞാനിവിടെ നല്ലെണ്ണയാണ് ഉപയോഗിച്ചത്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും 1 ടീസ്പൂൺ കടുക് അതിലേക്ക് ഇടുക. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇടുക. ഉലുവയും ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഫ്ലെയിം ഒന്ന് കുറയ്ക്കുക. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. മാങ്ങ ഉപ്പ് പിടിക്കേണ്ട സമയമൊന്നും എടുക്കില്ല. വളരെ പെട്ടെന്ന് തന്നെ അപ്പം തന്നെ നമുക്കിത് റെഡിയാക്കാം. ഇനി നമുക്ക് അതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. ഒന്ന് ഇളക്കിയ ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങ, 2 കപ്പ് മാങ്ങ അതിലേക്ക് ഇടുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു 8 മുതൽ 10 മിനിറ്റോളം ഒന്ന് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 7-8 മിനിറ്റ് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു മാങ്ങ ഇച്ചിരി കുക്കായിട്ടുണ്ട്. ആ സമയത്ത് ഒരു 1/2 കപ്പ് ശർക്കര പൊടി ചേർക്കുക. ശർക്കര പൊടിച്ചത് കയ്യിലില്ലെങ്കിൽ, ഡ്രൈ ആണ് ശർക്കരയെങ്കിൽ ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചിട്ടാലും മതി. 1/2 കപ്പ് വേണം. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇത് ഹൈ ഫ്ലെയിം കൊടുക്കുക. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേജിൽ ഈ ശർക്കരയെല്ലാം ഉരുകും. അന്ന് ശർക്കര ഉരുകി വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് ആ വെള്ളം കുറച്ചൊന്ന് വറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു സമയം കൂടി കൊടുത്താൽ മതി. എല്ലാം കൂടി 1-2 മിനിറ്റ് മതിയാവും ശർക്കര ഇട്ടതിന് ശേഷം. ഹൈ ഫ്ലെയിം കൊടുക്കണം. എന്നിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് കാര്യം ശരിയാവും, റെഡിയാവും. അപ്പോൾ അത് കണ്ടില്ലേ, ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. ശർക്കരയൊക്കെ കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാണ്. ഇനി അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ വിനിഗർ ചേർക്കാം. അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചേർത്താലും മതി, തണുത്തതിന് ശേഷം ചേർത്താലും മതി. അപ്പോൾ 2 സ്പൂൺ വിനിഗറും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. തണുത്ത ശേഷം നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള ബോട്ടിലുകളിൽ സൂക്ഷിച്ചാൽ ഇത് കുറേ ദിവസം ഇരിക്കും കേട്ടോ. ഇത് മാങ്ങ വെന്തതല്ലേ, നമ്മൾ പിന്നെ വെള്ളമൊന്നും തൊടാതിരുന്നാൽ മതി. ഞാനൊരു 3-4 ദിവസം വെളിയിൽ വെച്ചിട്ട് പിന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ ഇത് ചപ്പാത്തിക്കൊക്കെ കൊള്ളാം. നല്ലൊരു മധുരവും കൂടിയുള്ള ഒരു ടേസ്റ്റാണ്. അത് ചിലവർക്ക് 2ഉം കൂടി ചേർത്തുള്ള ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. പക്ഷേ നമുക്കിവിടെ നല്ല ഇഷ്ടമാണ് ഇതിൻ്റെ ഈ ഒരു ടേസ്റ്റ്. അങ്ങനെ മധുരവും കൂടി ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ല ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാങ്ങ ഉള്ളപ്പോഴാണ് നമുക്കിത്, മാങ്ങ സീസണിലാണ് ഇത് ചെയ്ത് വെക്കേണ്ടത്. ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് വീണ്ടും ചെയ്യാം. ഇന്നത്തെ ടിപ്സ് ഞാൻ കുറച്ച് ചെറിയ ഐറ്റംസ് വെച്ച് കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാനൊരു ആമസോണിൽ നിന്ന് വാങ്ങിയതാണിത്. ഒരു സ്റ്റീലിലുള്ളൊരു ആപ്പിൾ കോററാണ്. അപ്പോൾ അതെങ്ങനെ നമുക്കത്, അതിൻ്റെ ഒരറ്റം നല്ല കൂർത്തറ്റമാണ്. ഇതെങ്ങനെയാണ് മുറിക്കുന്നതെന്ന് നോക്കാം. അത് അകത്തേക്ക് ആപ്പിൾ നന്നായിട്ട് കഴുകിയ ശേഷം അതിലേക്കൊന്ന് പ്രസ് ചെയ്ത് വെക്കുക. എന്നിട്ടൊന്ന് കറക്കി ഒന്ന് പ്രസ് ചെയ്താൽ മതി. നല്ല എളുപ്പമാണ്. ഇതിൻ്റെ അടിയിൽ അതിൻ്റെ ആ കോർ പോർഷൻ അങ്ങ് വെളിയിൽ വരും. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ആപ്പിൾ കോറർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പല വെറൈറ്റി ഉണ്ട്. ഇതിൻ്റെ MRP എന്ന് പറയുന്നത് 499 രൂപയാണ്. പക്ഷേ 50% ഓഫ് ഉള്ളതുകൊണ്ട് 250 റുപ്പീസിനാണ് കിട്ടിയത്, 250 രൂപയ്ക്ക്. ഇത് വളരെ യൂസ്ഫുൾ ആണെന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഞാനിനി അടുത്ത് കാണിക്കുന്നത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു പാക്കറ്റാണ് ഇത്. അത് നമുക്കൊന്ന് നോക്കാം. എനിക്ക് ഭംഗിയുള്ള ചെറിയ പാത്രങ്ങളൊക്കെ ഭയങ്കര ക്രേസാണ്. അതുകൊണ്ട് മകൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെറിയ ഗിഫ്റ്റുകളൊക്കെ വാങ്ങിത്തരും. അങ്ങനെ കിട്ടിയതാണിത്. നല്ല ഭംഗിയുള്ള ഒരു ക്ലേ കൊണ്ടുള്ളൊരു കപ്പാണിത്. ഒരു 250 ml കൊള്ളൂ ഇതിൽ. വെറുതെ കാണിച്ചതേ ഉള്ളൂ, ഇഷ്ടമില്ലാത്തവർക്ക് കാണണ്ട.
ഇനി അടുത്തത് ഞാൻ ട്രിവാൻഡ്രത്തുള്ള ഒരു നല്ലൊരു ഷോപ്പാണ് ഈ സ്റ്റൈൽ പ്ലസ് എന്ന് പറഞ്ഞത്. അവിടെ എനിക്ക് മൈക്രോവേവ് സേഫായിട്ടുള്ള സിപ്ലോക്ക് ബാഗ് വാങ്ങിക്കണമായിരുന്നു. അത് ഒരു പാക്കറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതിനെ ഒന്ന് കാണിക്കാം. ഈ പാക്കറ്റിൽ 15 സ്ലൈഡർ ബാഗ്സ് ആണുള്ളത്. ഇതൊരു മൾട്ടി പർപ്പസ് സ്ലൈഡർ ബാഗാണ്. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിനകത്തും ഫ്രീസറിൻ്റെ അകത്തും സാധനങ്ങളൊക്കെ വെക്കാം. അല്ലാതെ തന്നെ നമുക്ക് ഇതുപോലെ വേറെ നമ്മുടെ ടാബ്ലറ്റുകൾ, മരുന്നുകൾ അതൊക്കെ സൂക്ഷിക്കാനും ഒക്കെ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മൈക്രോവേവ് സേഫാണ്. അപ്പോൾ ഇവരിവിടെ 4 സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ട്. നമ്മൾ ഈ ബാഗ് മൈക്രോവേവ് ചെയ്യുന്നതിന് മുമ്പായിട്ട്, അതായത് ഫ്രോസൺ ഐറ്റംസ് വച്ചിട്ട് ഡീഫ്രോസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മൈക്രോവേവ് ചെയ്ത് റീഹീറ്റ് ചെയ്യാനോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ 4 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമത്തത്, ഈ ബാഗ് ഒരു മൈക്രോവേവ് സേഫ് ഡിഷിൽ വെച്ച് വേണം മൈക്രോവേവ് ചെയ്യാൻ. രണ്ടാമത്തത്, ഈ സ്ലൈഡർ 1 ഇഞ്ചെങ്കിലും ഒന്ന് മിനിമം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടേ മൈക്രോവേവ് ചെയ്യാവൂ. പിന്നെ എയർ വെൻറ്റിന് വേണ്ടിയിട്ടാണത്. പിന്നെ തേർഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഓവർ ഹീറ്റ് ചെയ്യരുത്. ചിലപ്പോൾ ഇത് ബാഗ് ഉരുകാൻ സാധ്യതയുണ്ട്. പിന്നെ മൈക്രോവേവ് ചെയ്ത ശേഷം ചൂടുള്ളതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഇത് കൈകാര്യം ചെയ്യാൻ. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി അടുത്തത്, ഞാൻ 2 ചെറിയ ബോട്ടിൽ വാങ്ങിച്ചതാണ്. എനിക്ക് മുരിങ്ങയിലപ്പൊടി, ചമ്മന്തിപ്പൊടി, പിന്നെ മറ്റേ മാങ്ങാപ്പൊടി ഇതൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള 2 ബോട്ടിൽ. അതിൻ്റെ അടപ്പൊക്കെ നല്ലൊരു സ്മൂത്തായിട്ട് അടയുന്ന ടൈപ്പാണ്. 90 റുപ്പീസാണ് ഇതിൻ്റെ വില. 2 വാങ്ങി. നല്ല കാണാനൊക്കെ നല്ല രസമുള്ള 2 കുപ്പികൾ. ഇതിൻ്റെ മെറ്റീരിയൽ പ്ലാസ്റ്റിക്കാണ്. ഇതൊരു ടിൻ മെറ്റീരിയലാണ്. ടിന്ന് കൊണ്ടുള്ള ഒരു ബോക്സ്. പണ്ടൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് നല്ലൊരു അടപ്പുമൊക്കെ നല്ല സ്മൂത്തായിട്ട് അടയുന്നുണ്ട്. 95 റുപ്പീസാണ് ഇതിൻ്റെ വില. എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇട്ട് വയ്ക്കാം നമുക്ക്. ഇനി അടുത്തത് ഞാൻ വാങ്ങിയത് ഇതൊരു മൈക്രോവേവ് സേഫ് ആയിട്ടുള്ളതാണ്. നമുക്ക് ബേക്കിങ്ങിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇതുപോലെ വലിയ പാത്രങ്ങളെല്ലാം നമ്മൾ സാധാ കാണുന്നുണ്ടല്ലോ. ഇതിൻ്റെ ഷേപ്പും വളരെ ചെറുതാണ്. അതുകൊണ്ട് ഞാനൊന്ന് വാങ്ങിയെന്നേ ഉള്ളൂ. ഇതിൻ്റെ കണ്ടുള്ള ഇഷ്ടം കൊണ്ട് 160 റുപ്പീസാണ്. പിന്നെ ഇത് മൈക്രോവേവ് ചെയ്യുമ്പോൾ അതിൻ്റെ അടപ്പ് വയ്ക്കരുത്. അടപ്പില്ലാതെ വേണം ഇത് മൈക്രോവേവ് ചെയ്യാൻ ഉപയോഗിക്കേണ്ടത്. ഇതുപോലെ ക്ലിപ്പുള്ള പാത്രം വാങ്ങിക്കുമ്പോൾ കടയിൽ നിന്ന് തന്നെ നമ്മളൊന്ന് നോക്കണം ഇത് അടപ്പ് ശരിയാണോ എന്ന് കേട്ടോ. മിക്കവാറും ചിലതൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് നോക്കുമ്പോഴേക്കും നന്നായിട്ട് അടയില്ല. പിന്നെ ഇതുപോലെയുള്ള പാത്രങ്ങൾ അടയ്ക്കുമ്പോൾ ഒരു വശം അടച്ചിട്ട് എൻ്റെ ഓപ്പോസിറ്റ് സൈഡ് രണ്ടാമത് അടച്ച് എളുപ്പമായിരിക്കും കുറച്ചുകൂടി ഇത് അടയ്ക്കാനായിട്ട്. ഇത് ടപ്പർവെയർ കമ്പനിക്കാരുടെ ഒരു സ്നാക്ക് ബോക്സാണ്. നല്ലൊരു അടപ്പാണ്. അടയ്ക്കാനും തുറക്കാനും ഒക്കെ നല്ലൊരു സൗകര്യമുണ്ട്. 350 റുപ്പീസാണ് ഇതിൻ്റെ വില. പിന്നെ മൈക്രോവേവ് സേഫാണ്. ടപ്പർവെയറിൻ്റെ പൊതുവേ മൈക്രോവേവ് സേഫാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും വച്ചാലും മൈക്രോവേവ് ചെയ്ത് കൊടുത്തയക്കാനൊക്കെ കൊള്ളാം കുട്ടികൾക്ക്. ഇത് ഞാൻ 2 വാങ്ങി കൊച്ചുമക്കൾക്ക് കൊടുക്കാനായിട്ട്. ഇതൊരു ഓയിൽ ഡിസ്പെൻസർ ബോട്ടിലാണ്. ഇതിനകത്ത് ഓയിലോ വിനിഗർ, ഇത് ചെറിയൊരു ഫണലും ഉണ്ട്. ഓയിലോ വിനിഗറോ ഒക്കെ ഒഴിച്ച് വയ്ക്കാം കിച്ചണിലെ ആവശ്യത്തിന്. ഇതതിൻ്റെ ഒരു നോസിലാണ്. ഞാനിത് വാങ്ങിയില്ല. കാണാൻ നല്ല രസമുള്ളതുകൊണ്ട് ഞാനൊന്നും ഒന്ന് വീഡിയോ എടുത്തതന്നേ ഉള്ളൂ. ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ 560 റുപ്പീസാണ്. ഇതുപോലെ പല വെറൈറ്റി അവിടെ കണ്ടു. ഇത് പക്ഷേ ഗ്ലാസ് ആണെന്ന് തോന്നുന്നു നമുക്ക്. പക്ഷേ ഗ്ലാസ് അല്ല അത്. ഇത് ഓയിൽ ഒഴിക്കാനുള്ള ഒരു ചെറിയൊരു ഫണലും കൂടി ഉണ്ടത്. അടുത്തത് കരോട്ടെ ബ്രാൻഡിൻ്റെ ഒരു കളർ പ്രിൻറ്റിംഗ് ഉള്ളൊരു കിച്ചൺ നൈഫാണിത്. റസ്റ്റ് റെസിസ്റ്റൻറ്റ് സ്റ്റീൽ ബ്ലേഡാണ് ഇതിനുള്ളത്. തുരുമ്പെടുക്കില്ല. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കവറും കൂടി ഉണ്ട് ബ്ലേഡിന്. 5 ഇഞ്ച് സൈസാണ് ഇത്. പിന്നെ ഇതിന് സ്റ്റെയിനൊന്നും വരില്ല എന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷെ ഞാനിത് വാങ്ങിച്ചിട്ട് 1-2 മാസമായി. നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നല്ല ഷാർപ്പുമാണ്. ഇത് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 251 റുപ്പീസ്, 251 രൂപ. ഇതിൻ്റെ ബ്ലേഡിൻ്റെ 2 സൈഡും ഗ്രൂസ് ഉള്ള ടൈപ്പാണ്. പിന്നെ നല്ല ഷാർപ്പുമാണ്. അപ്പോൾ നമ്മുടെ ഈ സ്വീറ്റ് ആൻഡ് സ്പൈസി മാങ്ങാ പിക്കിളൊന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റുള്ളതാണ്. എല്ലാത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ. ചപ്പാത്തിയുടെ കൂടെ ആയാലും, കർഡ് റൈസ്, സാദാ റൈസ്, പിന്നെ എല്ലാത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണിത്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അടുത്ത ആഴ്ച നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.